ഹലോ ഫ്രണ്ട്സ്, രജനീകാന്തിൻ്റെ കൂലി എന്ന സിനിമയുടെ ട്രെയിലർ 2 ദിവസം മുന്നേ യൂട്യൂബിൽ റിലീസ് ചെയ്തു. റെക്കോർഡ് വ്യൂസായിട്ട് പോവുകയാണ്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ അതിന് ഏകദേശം ഒരു 18 മില്യൺ വ്യൂസ് ആയിക്കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു പോരും നടക്കുന്നത് ദളപതിയും ഇളയ ദളപതിയും തമ്മിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലിയോയുടെ ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 1 ഇയറിൽ ഏകദേശം ഒരു 70 മില്യൺ വ്യൂസാണ് ലിയോയുടെ ട്രെയിലർ ഇപ്പം നേടിയിരിക്കുന്നത്. കാര്യം സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ആളുകൾ വെറുതെ എടുത്തിട്ട് അതിൻ്റെ ട്രെയിലർ കാണുന്നുണ്ട്. കാര്യം ട്രെയിലറൊക്കെ ഒരുക്കുന്നതിൽ ലോകേഷ് കനകരാജ് എന്ന മാന്ത്രികൻ കാണിക്കുന്ന മാജിക് നമുക്കറിയാവുന്നതാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഡയറക്ടറാണ് ലോകേഷ് കനകരാജ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയും കൊമേഴ്സ്യലി ഹിറ്റാണ്. അപ്പോൾ ഇത് രജനീകാന്ത് ഫാൻ വിജയ് ഫാൻസും തമ്മിൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ നന്നായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ. രണ്ടുപേരുടെയും സിനിമകൾ രണ്ടുപേരും ഓഡിയോ ലോഞ്ചിൽ പരസ്പരം പോരടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന സിനിമ, അതായത് കൂലി എന്ന സിനിമ ലിയോയുടെ റെക്കോർഡ് മറികടക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സെൻസർ ബോർഡ് കൂലിക്ക് കൊടുത്തേക്കുന്നത് A സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ നമുക്കറിയാം അതൊന്നും ആ സിനിമയെ ബാധിക്കാൻ പോകണില്ല എന്ന്. കാര്യം മാരക രീതിയിലാണ് ലോകേഷ് കനകരാജ് അത് ഒരുക്കിയിരിക്കുന്നത്. ആ ഫൈറ്റ് സീനൊന്നും ഒരു രക്ഷയില്ല ആ ചെറിയ വീഡിയോ ക്ലിപ്സൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ സൂപ്പറായിരിക്കും. പിന്നെ ഒരുപാട് സ്റ്റാറുകളെ കൊണ്ടുവരുന്നുണ്ട്. ഇനിയിപ്പോൾ ആരൊക്കെ അതിൽ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ അത് റിലീവ് ചെയ്തിട്ടുള്ളത് അമീർ ഖാൻ, ഉപേന്ദ്ര, നാഗാർജുന എന്നിവരാണ്. ചിലപ്പോൾ ഇനിയും സ്റ്റാറുകൾ ആ സിനിമയിൽ ഉണ്ടാവാം. അപ്പോൾ ലോകേഷ് കനകരാജ് ഇവരെയൊക്കെ വെച്ചിട്ട് എന്ത് മാജിക്കാണ് കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതൊരു ഇളയ ദളപതി മത്സരം എന്നതിലുപരി ഞാൻ കാണുന്നത് ഇത് ലോകേഷ് കനകരാജും നെൽസൺ ദിലീപ് കുമാറും എന്ന് പറയുന്ന ഡയറക്ടേഴ്സ് തമ്മിലുള്ളൊരു മത്സരം കൂടിയാണ് ഇനി നടക്കാൻ പോകുന്നത്. കാര്യം നമ്മൾ കണ്ടതാണ്. ജയിലറിൽ ഓരോ സ്റ്റാറുകളെ കൊണ്ടുവന്നിട്ട് നെൽസന് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് നമുക്കറിയാം. അത് കൊമേഴ്സ്യലി ഒരു വലിയ ഹിറ്റായിരുന്നു ജയിലർ. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ വരുന്നുണ്ട്, ജയിലർ 2 വരുന്നുണ്ട്. അപ്പോൾ നെൽസനും ലോകേഷ് കനകരാജും തമ്മിലുള്ളൊരു മത്സരം കൂടിയാണ് എന്നെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്നത്. അത് കൂലി റിലീസാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ജയിലർ 2 വരുന്നുണ്ട്. രജനീകാന്ത് സാറിൻ്റെ കബാലി എന്ന സിനിമയ്ക്ക് അവർ നൽകിയ പ്രൊമോഷനൊക്കെ നമ്മളന്ന് കണ്ടതാണ്, ഫ്ലൈറ്റിലൊക്കെ സാറിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെയുള്ള ഒരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രൊമോഷൻ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ടറാണ് ലോകേഷ് കനകരാജ്. മലയാളികൾ ഈ സിനിമ കാത്തിരിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. നമ്മുടെ സ്വന്തം സൗബിൻ ഷായർ ഇതിലൊരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നെൽസൺ വിനായകനെ എങ്ങനെയാണ് ജയിലറിൽ പ്രസൻറ്റ് ചെയ്തതെന്ന്. അപ്പോൾ സൗബിൻ ഷായറിൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും എന്നറിയാൻ മലയാളികൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ മലയാളികൾ കൂലി റിലീസാവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതിൽ പ്രധാന ഒരു കാരണം സൗബിൻ ഷായറാണ്. നെൽസനും ലോകേഷ് കനകരാജും തമിഴിൽ ഇപ്പം നല്ല സക്സസ് ആയിട്ട് നിൽക്കുന്ന 2 ഡയറക്ടേഴ്സാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു മത്സരം കൂടി അറിഞ്ഞോ അറിയാതെയോ ഈ സിനിമകൾ തമ്മിൽ നടക്കുന്നുണ്ട്. ഇതൊരു ഇളയ ദളപതി സിനിമയുടെ മത്സരം മാത്രമല്ല, ഇങ്ങനെ ഒരു ഡയറക്ടേഴ്സ് തമ്മിലുള്ളൊരു മത്സരം കൂടിയാണ് ഈ സിനിമകൾ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഇവർ എന്ത് മാജിക്കാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. കാരണം നമ്മൾ ലിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ലിയോയ്ക്ക് ശേഷം ഇനി അടുത്ത കൂലി വരുമ്പോൾ കൂലിയിൽ എന്തൊക്കെ മാജിക്കാണ് ലോകേഷ് കനകരാജ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.